ഹിമാചൽ പ്രദേശിൻ്റെ മനോഹാരിതയ്ക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിഗൂഢതയുണ്ട്. ബറൂക്ക് റെയിൽവേ സ്റ്റേഷൻ നോർത്തേൺ റെയിൽവേയിലെ ഏറ്റവും മനോഹരമായ സ്റ്റേഷനുകളിലൊന്ന്. പക്ഷേ ഈ സ്റ്റേഷനിലെ 33-ാം നമ്പർ ടണലിന് പറയാനുള്ളത് രക്തം മരവിക്കുന്ന ഒരു ചരിത്രമാണ്. ഒരു ചെറിയ കണക്കുകൂട്ടൽ പിഴവ് ഒരാളുടെ ജീവിതം തകർക്കാൻ അത് മതിയോ? ഹിമാചൽ പ്രദേശിലെ മനോഹരമായ മലനിരകൾക്കിടയിലെ ശാന്തമായ ഒരു റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ഇവിടുത്തെ ടണൽ 33ലേക്ക് കടക്കുമ്പോൾ ആരും ഒന്ന് ഭയക്കും. കാരണം അവിടെ ഒരു ആത്മാവ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇത് വെറും ഒരു പ്രേതകഥയല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു റെയിൽവേ പാതയുടെ നിർമ്മാണത്തിനിടയിൽ നടന്ന ഹൃദയഭേദകമായ ഒരു സത്യമാണ്. ആരാണ് കേണൽ ബറൂക്ക്? എന്താണ് ടണൽ 33-ൽ ശരിക്കും സംഭവിച്ചത്? നമുക്ക് നോക്കാം. കാൽക്ക ഷിംല റെയിൽവേ പാതയുടെ നിർമ്മാണം നടന്നിരുന്ന കാലം. കേണൽ ബറൂക്ക് എന്ന മിടുക്കനായ എഞ്ചിനീയർക്കായിരുന്നു ഈ ടണലിൻ്റെ ചുമതല. പർവ്വതത്തിൻ്റെ 2 വശങ്ങളിൽ നിന്നും തുരന്നുവന്ന് മധ്യഭാഗത്ത് കൃത്യമായി കൂട്ടിമുട്ടുക എന്നതായിരുന്നു ദൗത്യം. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനം. പക്ഷേ ഒടുവിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു, തൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. 2 വശങ്ങളും കൂട്ടിമുട്ടിയില്ല. ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് 1 രൂപ പിഴയിട്ടു. അത് ആ തുകയുടെ വലുപ്പമായിരുന്നില്ല, മറിച്ച് ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായ വലിയ അപമാനമായിരുന്നു അത്. ആ മാനസിക വിഷമത്തിൽ പകുതി വഴിയിൽ നിർത്തിയ അതേ ടണലിന് മുന്നിൽ വെച്ച് അദ്ദേഹം തൻ്റെ ജീവൻ അവസാനിപ്പിച്ചു. ബറൂക്കിനെ പിന്നെ അവിടെ തന്നെ അടക്കം ചെയ്തു. റെയിൽവേ പിന്നീട് മറ്റൊരു ടണൽ പണിതു. അതാണ് ഇന്നത്തെ ടണൽ 33. പക്ഷേ കഥകൾ അവസാനിച്ചില്ല. പലരും പറയുന്നത് ടണലിനുള്ളിൽ നിന്ന് ആരോ സംസാരിക്കുന്നത് കേട്ടു എന്നാണ്. മറ്റു ചിലർ കണ്ടത് യൂണിഫോം ധരിച്ച് കയ്യിലൊരു സിഗരറ്റുമായി പുകമറയ്ക്കുള്ളിൽ മറയുന്ന ഒരു രൂപത്തെയാണ്. ഉപദ്രവിക്കില്ലായിരിക്കാം, പക്ഷേ ആ ഇരുട്ടിൽ പെട്ടെന്ന് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ? അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ബറൂക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. തണുത്ത കാറ്റിൽ ഒരു സിഗരറ്റിൻ്റെ മണമോ ആരോ സംസാരിക്കുന്ന നേർത്ത ശബ്ദമോ കേട്ടാൽ ഭയപ്പെടേണ്ട. അത് കേണൽ ബറൂക്ക് ആയിരിക്കാം, തൻ്റെ പിഴവുകൾക്ക് കാലത്തോട് മാപ്പിരക്കുന്ന ടണൽ 33ൻ്റെ കാവൽക്കാരൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു നിഗൂഢതയുമായി വീണ്ടും കാണാം.